സ്റ്റോപ്പ്. ബാത്റൂം ഒരിക്കലും പ്ലാസ്റ്ററിങ്ങിന് തന്നെ പ്ലംബിംഗ് ചെയ്യരുത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലംബിങ്ങിൽ വരുന്ന പോയിന്റുകൾ ഇപ്പോൾ ടാപ്പിനും അതേപോലെ തന്നെ വാട്ടർ ഹീറ്ററിനും അതിനൊക്കെ വെക്കുന്ന പോയിന്റുകൾ പലപ്പോഴും ഈ പറഞ്ഞമാതിരിക്ക് എത്രയാണ് നമുക്ക് വലിച്ചു വെക്കേണ്ടത്, അതായത് പ്ലാസ്റ്ററിന്റെ കനം എത്ര വരുന്നു എന്നുള്ള അറിയില്ല. അതിപ്പോൾ എത്രയാണ് വലിച്ചു വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ അതേപോലെ തന്നെ ഡൈവേർട്ടർ പോലത്തെ കാര്യങ്ങളിൽ ഈ പറഞ്ഞമാതിരിക്ക് എംഎമ്മുകൾ മാറിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞമാതിരിക്ക് അതിന്റെ പ്ലേറ്റുകൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെക്കുന്നതാണ്. പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഫിക്സ് ചെയ്യുക. പിന്നെ ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞമാർക്ക് നമുക്ക് ചോദിക്കുക കുറച്ച് ഉള്ളോട്ടാക്കി വെച്ചാൽ എന്താ പ്രശ്നം എന്നുള്ളത്. ഉള്ളോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കേസിൽ നിന്ന് കുറച്ച് പൈസ എക്സ്ട്രാ പോകുന്നുള്ളതാണ്. എക്സിനിപ്പിൾ എന്ന് പറഞ്ഞ സാധനമാണ് ഈ പറഞ്ഞമാർക്ക് നമുക്ക് എത്ര വേണ്ടത് നോക്കിയിട്ട് അവർ എന്താ പറയുക ഉള്ളോട്ട് പോയിട്ട് നോക്കിയിട്ട് 1/2 ഇഞ്ച് ഉണ്ടാവും, 1 ഇഞ്ച് ഉണ്ടാവും, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ഇടാറുള്ളത്. അപ്പോൾ ഈ എക്സിനിപ്പിളിൻ്റെ പൈസ എക്സ്ട്രാ നിങ്ങളെ ക്ലയൻറ്റിൻ്റെ കൈകളിൽ നിന്ന് പോകും. അപ്പം അത് നിങ്ങൾക്കൊരു ബാധ്യതയാണ്. ഇപ്പോൾ ഒരു ബാത്റൂമിൽ 4-5 പോയിന്റ് ഉണ്ടെങ്കിൽ 5 എന്താ പറയുക SS-ന്റെ എക്സിനിപ്പിളാണ്. അത് വെറുതെ പോകുന്ന പൈസയാണ്. ഒരു 4 ബാത്റൂം ഉണ്ടെങ്കിൽ 5x4 അപ്പോൾ എത്ര കൂട്ടി നോക്കി മനസ്സിലാവും. അപ്പോൾ അത്രയും പൈസ എക്സ്ട്രാ ചിലവാക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പ്ലാസ്റ്റർ കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് നല്ലത് വൃത്തിയായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ പോയിന്റുകൾ, ഈ കാണുന്ന പോയിന്റുകൾ കുറച്ച് വലുതാക്കിയിട്ട് ഇതേപോലെയല്ല, കുറച്ചും കൂടി ആയിട്ട് 4 സൈഡിലും നല്ല വൃത്തിയായിട്ട് വലുതാക്കിയിട്ട് നല്ല സിമെന്റിൽ ഇട്ട് ഉറപ്പിക്കാനും കൂടി പറയണം. അതേപോലെ തന്നെ ഡൈവേർട്ടർ എല്ലാ പോയിന്റിൻ്റെ ഭാഗം ഉറപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് ഇളകാനും, അതായത് ടാപ്പ് ഫിക്സ് ചെയ്യുന്ന സമയത്തും, കാരണം ഒരു വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൊല്ലങ്ങൾ നിലനിൽക്കാൻ ഉള്ളതാണ്. ആ സമയത്തൊക്കെ ചിലപ്പോൾ 2-3 വർഷമൊക്കെ നമുക്ക് ടാപ്പുകൾ മാറ്റേണ്ടി വരും. അപ്പോൾ അത് ടൈറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് പ്രഷർ വരികയും ഇത് പൊട്ടിപ്പോകാൻ കാരണമാവും, അതേപോലെ തന്നെ ഇളക്കം വരാനൊക്കെ കാരണമാവും. അപ്പോൾ ഏറ്റവും നല്ലത് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം പുറത്ത് വലുതാക്കിയിട്ട് പൊട്ടിച്ചിട്ട് നല്ലത് സിമെൻറ്റ് പാക്ക് ചെയ്യുക. സിമെൻറ്റിൽ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞമാർക്ക് വെർട്ടിക്കലായിട്ട് ഒറിസോണലായിട്ട് ലെവലാക്കി വെക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് താഴ്ന്നു നിൽക്കും, അല്ലെങ്കിൽ പൊന്തി നിൽക്കും, അല്ലെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിഞ്ഞ് നിൽക്കും. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല ബാത്റൂമുകളിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ചോദ്യം വരരുത് ബാത്റൂമിൽ എപ്പോഴാണ് പ്ലംബിംഗ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC ഇതിൻ്റെയൊക്കെ ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറി വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.